വാങ്ങുന്ന പോട്ടിംഗ് സോയിലേക്ക് ഞാൻ ഈ സംഭവങ്ങളെല്ലാം ചേർക്കുകയാണ്. അപ്പോൾ ഇത് വാങ്ങിയ പോട്ടിംഗ് സോയിലാണ് കേട്ടോ. ഈ സോയിലേക്ക് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ചേർക്കുകയാണ്. ആ പോട്ടിംഗ് സോയിലേക്ക് ഞാൻ ഈ പറഞ്ഞ ഈർച്ചപ്പൊടി, പിന്നെ പഴത്തിൻ്റെ തോല് പൊടിച്ചത് മുഴുവനായിട്ട് ഇടുന്നില്ല. കാരണം ഇത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനുള്ള മണ്ണാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേശ്ശെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ ഉള്ള പ്ലാന്റിലേക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ഞാൻ ഒരു 3 മാസം കൂടുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. അതിനാണ്. അപ്പോൾ ഇതിലേക്ക് ഇതൊക്കെ ചേർത്തു. ടീ വേസ്റ്റും പിന്നെ കാഷ്യൂനട്ടിൻ്റെ തോലും ഈർച്ചപ്പൊടി, അറക്കപ്പൊടി എന്ന് പറയില്ല, അതും ഈ പിന്നെ പഴത്തിൻ്റെ തോല് പൊടിച്ചതും ഈ സംഭവം കരിയില, ഇത് ഉള്ളിത്തോലും, എല്ലാം ഫുള്ളായിട്ട് ഇടുന്നില്ല, കുറേശ്ശെ ഇടുന്നുള്ളൂ കേട്ടോ. കാരണം ഇത് ഒരു 1/4 ചാക്ക് പോട്ടിംഗ് സോയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇത് കൂടാതെ നമ്മൾ വാങ്ങുന്ന കുറച്ച് എല്ലുപൊടി, പിന്നെ ലേശം പെർലൈറ്റ്, പിന്നെ ലേശം സാഫും, ഇതെല്ലാം കൂടി ഞാൻ മിക്സാക്കിയിട്ട് ഞാൻ വെക്കും. ഇതിലേക്ക് ഞാൻ കുറച്ച് സാഫ് ചേർക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ ചേർക്കുന്നില്ല, ഇത് കുറേ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഒരു 2-3 സ്പൂൺ ഇതിൽ ചേർക്കുന്നത്. കാരണം ഇതിൽ ഇനി ഒരു 1/2 ചാക്കും കൂടി ഇടാനുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു പിടി എല്ലുപൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. 2 പിടി എല്ലുപൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഇനി കൂടുതൽ പെർലൈറ്റിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാൻ ലേശം പെർലൈറ്റ് ഇതിൽ ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഇതും കൂടി ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. കുറേ സംഭവം ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കി കഴിഞ്ഞ് നമ്മൾ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. മിക്സ് ആക്കിയാൽ ഇത് നല്ലൊരു ബ്രീത്തബിൾ സോയിലാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ചാക്കിലാക്കിയിട്ട് ചട്ടിയിലോ ചാക്കിലോ ആക്കി എടുത്ത് വെക്കും. താങ്ക് യു ഓൾ.